അങ്ങനെ ഞങ്ങൾ ഇന്ന് വേറൊരു സ്ഥലത്ത് പോവുകയാണ്. നമ്മുടെ നെയ്യാർ ഡാം. കാട്ടാക്കടയ്ക്ക് അടുത്താണ് നെയ്യാർ ഡാം. കാട്ടാക്കടയിൽ നിന്നൊരു 12 കിലോമീറ്ററേ ഉള്ളൂ. ഇത് പോണ വഴിയിലാണ്. പോണ വഴിയിൽ സൈഡിൽ ഇതുണ്ടായിരുന്നു, കനാൽ, ചെറിയ വെള്ളം ഒഴുകി പോകുന്നില്ലേ, ആ കനാലുണ്ടായിരുന്നു. ഇപ്പം നമ്മളവിടെ എത്തി. ഇത് ഫ്രണ്ട് ഗേറ്റാണ്. ഇവിടെ ഒരു ഗേറ്റ് ഓപ്പൺ ആക്കി ഇട്ടിട്ടുണ്ട്. വണ്ടികളെല്ലാം ഈ വലതുവശത്താണ് പാർക്ക് ചെയ്യാറ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ പോയി. ഞങ്ങൾക്ക് 30 രൂപയായുള്ളൂ. ഞാനും ചേട്ടനും, പിന്നെ വണ്ടിക്ക് 10 രൂപ, അങ്ങനെ 30 രൂപയായിട്ടുള്ളൂ. ഇത് ഫ്രണ്ടിൽ ചെന്ന് കയറുന്ന അവിടെ ഒരു ഇത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ചെറുതായിട്ട് ഇത് 2 സൈഡിലും ചെടികളൊക്കെ നട്ടിട്ടുണ്ട്. കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നു, ഒരുപാട് അങ്ങനെ തിരക്കൊന്നുമില്ലായിരുന്നു. ചെറിയ കടയുണ്ടായിരുന്നു അവിടെ, ചെറിയൊരു കട. അത്യാവശ്യം വേണമെന്നുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ പൂളാണ് കേട്ടോ ഇവിടെ. തന്നൂട്ടി നല്ല ആക്റ്റീവായിട്ട് പോകുന്നുണ്ട്. ഞങ്ങൾ ഫസ്റ്റ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഒരുപാട് ഇരിക്കാനായിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ടായിരുന്നു. നല്ല വെയിലുണ്ടായിരുന്നു, വെള്ളം വളരെ കുറവായിരുന്നു. ഇവിടെയൊക്കെ ഇരിക്കാൻ പറ്റും. ഇതാണ് ഡാം. വളരെ ചെറിയൊരിതായിട്ട് മാത്രമേ വെള്ളം പോകുന്നുള്ളൂ. പിന്നെ അടുത്ത് ഞങ്ങൾ മുകളിലോട്ട് നടന്നു പോയി. ഇഷ്ടംപോലെ സ്റ്റെപ്പുണ്ട് അവിടെ. ഇത് ചെറിയൊരു പാലമാണ്. ഇതുവഴിയും 2-3 വഴിയുണ്ട്, നമുക്ക് ഇഷ്ടമുള്ള വഴിയെ പോകാം. ഞങ്ങൾ ഇതുവഴിയാണ് പോയത്. ഇവിടെ കുറച്ച് കാണാനൊക്കെ ഉണ്ടായിരുന്നു. കുട്ടികൾക്കായിട്ട് അങ്ങനെ ഒരു പാർക്കും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇങ്ങനെ ഓടി നടക്കാം. എന്തായാലും തനു നല്ല ആക്റ്റീവായിട്ട് ഓടുന്നുണ്ട്. ഇവിടെ ചെറിയൊരു റാബിറ്റും പ്രാവും അതൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. വളരെ കുറച്ച്. പണ്ട് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, ഇപ്പോൾ പക്ഷെ വളരെ കുറച്ചേ ഉള്ളൂ. അങ്ങനെ ഒരുപാടൊന്നുമില്ല. ഇവിടെ ചെറിയ ഒരു പൈപ്പ് പൊട്ടിക്കിടക്കുന്നതാണ് ഇത്, അല്ലാതെ ഒന്നുമല്ല. കണ്ടോ, മുകളിൽ നിന്ന് ഞങ്ങൾ എടുത്തേണ്. ചെറുതായിട്ട് വെള്ളം വരുന്നുള്ളൂ, അധികം വെള്ളമില്ല, വളരെ കുറവായിരുന്നു വെള്ളം. അടുത്ത സ്റ്റെപ്പ്, ഫുള്ളും സ്റ്റെപ്പാണ് അവിടെ. ഫുള്ളും ഇത് തന്നെ സ്റ്റെപ്പാണ്. കുറച്ച് നടന്നു പോയി അവിടെ സ്റ്റെപ്പാണ് കണ്ടോ. ഇനി ഏറ്റവും മുകളിലെത്തിയിട്ടുണ്ട് ഞങ്ങൾ. ഇവിടെ ഇരിക്കാനായിട്ട് ഇഷ്ടം പോലെ ചെറിയ ചെറിയ ഷെഡുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഏറ്റവും മുകളിലെത്തി. ചെറിയൊരു ശില്പമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയുള്ള മാന്, പിന്നെ മനുഷ്യന്മാരത്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ട്. ഇത് മുകളിലാണേ. ഇവിടെ ഒരു അമ്പലം ഉണ്ടായിരുന്നു. തനു ഓടിയ അമ്പലത്തിലോട്ട് കയറി, കാരണം അവിടെ ഒരു മയിലിൻ്റെ ഒരു ആനയുടെയൊക്കെ പ്രതിമ ഉണ്ടായിരുന്നു. അതവൾക്ക് ഇഷ്ടപ്പെട്ടു. അവൾ നേരെ അതിൽ കയറിയിട്ട് പിന്നെ ഡാമിൽ വന്നു. ഇത് ഡാമിൻ്റെ മുകളിൽ കൂടെ നമ്മൾ നടന്ന് നമുക്ക് ഓപ്പോസിറ്റ് സൈഡിൽ പോവാം. ഈ വശത്ത് നല്ല വെള്ളം ഉണ്ടായിരുന്നു. നല്ല വെള്ളം എന്ന് പറയാൻ പറ്റില്ല, എന്നാലും കുഴപ്പമില്ല, ഒരുവിധം വെള്ളം ഉണ്ടായിരുന്നു. ഇത് ഏറ്റവും മുകളിൽ നിന്ന് എടുത്തതാണ്. അവിടെ ഒരുപാട് പില്ലിങ്ങനെ പൊടിച്ച് കിടക്കുന്നുണ്ടായിരുന്നു. അത് മുകളിൽ ഒരാൾ നിന്ന് വൃത്തിയാക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. കുറച്ച് നടന്നപ്പോൾ തനുവിന് ഇഷ്ടപ്പെട്ടില്ല, പിന്നെ നടക്കൂല എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടമില്ലാതെ നടന്നു പോണയാണ്. പിന്നെ അവിടെ ഒരു ഗേറ്റ് ഉണ്ടായിരുന്നു. ഗേറ്റ് നടുക്ക് ഓപ്പൺ ചെയ്തിട്ടില്ല, 2 സൈഡിൽ മാത്രമേ ഓപ്പൺ ചെയ്തിട്ടുള്ളൂ. അവിടെ ഇതുപോലെ തന്നെ സ്റ്റെപ്പാണ് കണ്ടോ. അതിൽ കൂടി നമുക്ക് അതിൽ കയറി ഏറ്റവും ടോപ്പിൽ പോയി നിന്ന് കാണാൻ പറ്റും. പക്ഷെ ഞങ്ങൾ അതിൽ കയറിയില്ല, കാരണം ഇത്രയും നടന്ന് ഈ സ്റ്റെപ്പൊക്കെ കയറി വന്നപ്പോൾ പിന്നെ നമുക്ക് മടിയായി.
ബോട്ടിങ്ങൊക്കെ ഇവിടെയാണ്. അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. 10 മിനിറ്റ് തന്നെ ബോട്ടിങ്ങിന് 750 രൂപയാണ് അവർ റേറ്റ് അവിടെ എഴുതിയിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ഐസ്ക്രീമൊക്കെ കിട്ടുന്ന ഒരു ചെറിയൊരു മിൽമയുടെ സാധനങ്ങളാണ്, അത് കിട്ടുന്നൊരു ചെറിയൊരു കടയുണ്ടായിരുന്നു. ഐസ്ക്രീമൊക്കെ വാങ്ങിയായിരുന്നു. മോൾക്ക് ഐസ്ക്രീം ഇഷ്ടമാണ്, അങ്ങനെ അത് വാങ്ങി. അതിന് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി അതിന് നേരെ ഇപ്പുറ സൈഡിൽ ചെറിയൊരു വഴിയുണ്ട്, സ്റ്റെപ്പുണ്ട്. അതുവഴി നമുക്ക് ഇപ്പുറ സൈഡിൽ വരാൻ പറ്റും. ഇത് ഫുള്ളും സ്റ്റെപ്പ് തന്നെ, അവിടെ കൂടുതലും സ്റ്റെപ്പാണ്. ആ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ്. അവിടെ ചെറിയൊരു പാലം ഉണ്ടായിരുന്നു, ഓപ്പോസിറ്റ് സൈഡിലും ഉണ്ടായിരുന്നു ഇതുപോലൊരു പാലം. ഇവിടെയുണ്ട് അതുപോലൊരു പാലം. അവിടെ ആ കനാലിൽ ചെറുതായിട്ട് വെള്ളമുണ്ട് കേട്ടോ, കണ്ടോ? അവിടെ ഇതുപോലെ ഓപ്പൺ ചെയ്തിട്ടിട്ടുണ്ട്. കുറച്ച് വെള്ളമുണ്ട്, ഒരുപാട് വെള്ളമില്ല, കാരണം വേനലായതുകൊണ്ട് അധികം വെള്ളമില്ല, വളരെ കുറവാണ് വെള്ളം. കണ്ടോ? പിന്നെ ഇടയ്ക്കിടയ്ക്ക് മരങ്ങളുള്ളത് കൊണ്ട് നല്ല തണലുണ്ടായിരുന്നു. അതെ, ഇത്രയും മാത്രം വെള്ളമേ ഉള്ളൂ. ഞങ്ങൾ പിന്നെ കുറച്ച് നേരം ഇവിടെ ഇരുന്ന് മോൾക്ക് വെള്ളമൊക്കെ കുടിച്ചിട്ട് അവൾ അതുകൊണ്ട് കളയാൻ പോകുന്നതാണ്. ഒരു വേസ്റ്റ് ബോക്സ് അവിടെ വെച്ചിട്ടുണ്ട്, പക്ഷേ അത് ഫുള്ളും നിറഞ്ഞ്, കണ്ടോ? പുറത്ത് മൊത്തം കിടക്കുവാണ്. പിന്നെ ഞങ്ങൾ നടന്ന് അപ്പുറത്ത് പോകാനായിട്ട് വന്നു. 2 പാലമുണ്ട് കേട്ടോ, ഒരു വലുതും ഒരു ചെറുതും. മറ്റേത് എല്ലാവർക്കുമായിട്ട് ഓപ്പണായിട്ട് ഇട്ടേക്കുന്നതാണ്, വണ്ടികളും എല്ലാം അതുവഴി പോകുന്നുണ്ട്. ഇത് ഡാമിൻ്റെ നമുക്ക് അപ്പർ സൈഡിൽ പോകാനായിട്ടുള്ളൊരു ചെറിയൊരു പാലമാണ്. ഇത് സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെയാണ് അവിടെ. നല്ല രസമായിരുന്നു അത് കാണാൻ. ഒരുപാട് പടങ്ങൾ വരച്ചു വെച്ചിട്ടുണ്ട് ആ മതിലിൽ. നല്ല നല്ല രസമുള്ള പിക്ചേഴ്സായിരുന്നു. അവിടെ പൂളാണ്, അവിടെ പൂളായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ കുറച്ച് നേരം അവിടെ നിന്നോളൂ. നല്ല വെയിലുണ്ടായിരുന്നു. ഫ്രണ്ടിൽ തന്നെ ഒരു കപ്പലുണ്ടാക്കി വെച്ചിട്ടുണ്ട്, നല്ല രസമായിരുന്നു അത് കാണാൻ. ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. പണ്ടുള്ളതിനേക്കാളും കുറച്ചും കൂടി ഡെവലപ്പായിട്ടുണ്ട്. ഞങ്ങളൊരു 1.5-2 മണിക്കൂർ മാത്രമേ അവിടെ നിന്നോളൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി.